കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക ചിന്തകൾ ഉൽപ്പത്തി പുസ്തകം 32 അധ്യായം അതിൻ്റെ 24 വാക്യത്തെ ആസ്പദമാക്കി നമുക്ക് ചിന്തിക്കുവാൻ ധ്യാനിപ്പാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. നമ്മൾ ചിന്തിച്ച വാക്യം ഇതാണ്: അപ്പോൾ ഒരു പുരുഷൻ ഉഷസ്സാകുവോളം അവനോട് മല്ലു പിടിച്ചു. നോക്കണേ, ദൂതൻ വന്ന് മല്ലു പിടിച്ചു യാക്കോബിനോട്. ഒരിക്കലും യാക്കോബല്ല ദൂതനോട് മല്ലു പിടിക്കുന്നത്, മറിച്ച് ഒരു ദൂതൻ വന്ന് മല്ലു പിടിക്കുക. ഒരു ദൂതൻ ഇറങ്ങി വരണമെങ്കിൽ അത് ദൈവത്തിൻ്റെ പ്രേരണയല്ലാതെ ഇറങ്ങി വരാൻ കഴിയത്തില്ല. ദൈവം അയച്ചിട്ടാണ് ഈ ദൂതൻ ഇവിടെ കടന്നു വരുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ഒരു ഇൻകാർണേഷനാണ് ഈ ദൂതൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു അഭിപ്രായം വേദപണ്ഡിതന്മാരുടെ ഇടയിൽ ഉണ്ടെന്നും നമ്മൾ ചിന്തിപ്പാനിടയായി തീർന്നു. നോക്കണേ, ദൂതൻ അങ്ങനെ ഇറങ്ങി വന്ന് യാക്കോബിനോട് മല്ലു പിടിക്കണമെങ്കിൽ ചിലത് യാക്കോബിൽ നിന്നും എടുക്കുവാനാണ് അവനോട് മല്ലു പിടിക്കുന്നത്. നമ്മൾ ചോദിക്കാം, അത് യാക്കോബിനോട് പറഞ്ഞാൽ പോരെ, യാക്കോബ് കൊടുക്കത്തില്ല? ഇല്ല, യാക്കോബ് കൊടുക്കില്ല. എന്താണ് യാക്കോബിൽ ഉള്ളത്? യാക്കോബിൻ്റെ സ്വയ ആശ്രയത്വം, അതുപോലെ തൻ്റേതായിട്ടുള്ള ആ പിടിവാശി, തൻ്റേതായിട്ടുള്ള ആ അഹങ്കാരങ്ങൾ യാക്കോബിൽ നിന്നും എടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ ഒരു കാര്യം സ്പഷ്ടമാണ്, നമ്മുടെ ജീവിതത്തിൽ ദൈവം ചില കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം തൻ്റെ ദൂതന്മാരെ പറഞ്ഞയക്കും. ചില സംഭവങ്ങളിലൂടെ ദൈവം നമ്മളെ കൊണ്ടുപോകും. ചില പരീക്ഷകളിലൂടെ ദൈവം നമ്മളെ കൊണ്ടുപോകും. ദൈവം പരീക്ഷിക്കുന്ന ദൈവമാണെന്ന് നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിലൂടെ പഠിക്കുന്നുണ്ടല്ലോ. അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചു. എന്തിനാ ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത്? അവൻ്റെ വിശ്വാസത്തെയാണ് ദൈവം പരീക്ഷിച്ചത്. അതും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ ദൈവത്തിന് അവൻ്റെ വിശ്വാസത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ബോധ്യപ്പെടാനല്ല. ദൈവത്തിന് അവൻ്റെ വിശ്വാസത്തിൻ്റെ ശക്തിയെക്കുറിച്ച് വ്യക്തമായി ബോധ്യമുണ്ട്. പക്ഷേ ഈ പരീക്ഷ അബ്രഹാമിന് ദൈവം കൊടുക്കുന്നത് അബ്രഹാമിന് ബോധ്യമായി തീരണം തൻ്റെ വിശ്വാസം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിലും ദൈവം വിശ്വാസത്തിൻ്റെ പരിശോധനകൾ അനുവദിക്കുന്നത് നമ്മുടെ വിശ്വാസം എത്രയുണ്ടെന്ന് ബോധ്യപ്പെടാൻ വേണ്ടി, അല്ലാതെ ദൈവത്തിന് ബോധ്യപ്പെടാൻ അല്ല എന്നുള്ളത് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കണം. അതായത് ഓരോ ജീവിതത്തിൻ്റെ കഷ്ടതകളുടെ നടുവിലും പരിശോധനയുടെ നടുവിലും നമ്മൾ ചില കാര്യങ്ങൾ ആത്മീയമായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങളിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ആത്മീക കാര്യങ്ങൾ, യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നിങ്ങളെ ദൈവം അനുഗ്രഹിപ്പാൻ ഇടയായിത്തീരും. ഇവിടെ യാക്കോബിൻ്റെ അടുക്കിലേക്ക് ഈ ദൂതൻ കടന്നു വരുന്നു. എന്തിനു വേണ്ടിയാ? അവരോട് മല്ലു പിടിക്കുവാൻ. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഉഷസ്സാകുവോളം അവനോട് മല്ലു പിടിച്ചു. ഏതാണ്ട് ഒരു 12 മണിക്കൂർ നമ്മൾ കൂട്ടിയാലും അത് അധികമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതുപോലെയുള്ള ഒരു റെസിസ്റ്റൻസ്, ഒരു എതിർപ്പ് യാക്കോബിൻ്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു. കേവലം ഒരു ഗുസ്തിയെക്കുറിച്ചാണോ ഇവിടെ പറയുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ദൈവത്തിൻ്റെ ദൂതൻ്റെ ശക്തി എന്താണ്? യെശയ്യാപ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അശ്ശൂർ പാളയത്തിൽ ഒരു ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്നിട്ട് 1,85,000 പേരെ ഒറ്റയടിക്ക് കൊന്നു കളഞ്ഞു. അത്രയ്ക്ക് പവറുള്ളതാണ് ഈ ദൈവത്തിൻ്റെ ദൂതൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ക്ഷണനേരം കൊണ്ട് വേണമെങ്കിൽ യാക്കോബിനെ അടിയറ പറയിപ്പിക്കുവാൻ ഈ ദൈവദൂതന് കഴിയും. പക്ഷേ ആ ദൈവദൂതൻ അങ്ങനെ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, 26 വാക്യം വായിക്കുമ്പോൾ എന്നെ വിടുക എന്നുള്ള ഒരു റിക്വസ്റ്റ് യാക്കോബിനോട് ഈ ദൂതൻ പറയുന്നുണ്ട്. എന്നെ വിടുക എന്ന് പറയുമ്പോൾ ദൂതന് തീർച്ചയായിട്ടും പെട്ടെന്ന് കാര്യങ്ങളെ മാറ്റിമറിക്കാൻ കഴിയും. ഒരു സ്പർശനം മതി യാക്കോബിനെ അടിയറ പറയിക്കുവാൻ. പക്ഷേ ദൂതൻ അത് ചെയ്യുന്നില്ല. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, പലപ്പോഴും നമ്മളും വിചാരിക്കാറുണ്ട്, ദൈവത്തോട് നമ്മൾ റെബലിയസ് ആയിട്ട് നിൽക്കുമ്പോൾ, ദൈവം ഒന്നും നമ്മെ ചെയ്യാത്തപ്പോൾ ദൈവത്തെ ചീത്ത പറയുന്ന ആളുകളുണ്ട്, ദൈവത്തോട് പിറുപിറുക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർ ചിന്തിക്കുന്നത്, ഞാൻ ഇത്രയൊക്കെ പിറുപിറുത്തിട്ടും ദൈവത്തോട് ഇത്ര കലഹിച്ചിട്ടും ദൈവം ഒന്നും എന്നോട് ചെയ്യാത്തതിൻ്റെ കാരണം ആ കലഹം വിജയിച്ചു എന്നുള്ളതാണ്. അങ്ങനെയല്ല. ദൈവത്തിന് ഏത് നിമിഷവും നമ്മളെ സറണ്ടർ ചെയ്യിപ്പിക്കുവാൻ ദൈവത്തിന് സാധിക്കും. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ദൈവം അങ്ങനെ ചെയ്യാത്തതിൻ്റെ പുറകിൽ ദൈവത്തിന് ചില ഉദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മൾ അവനോട് റിബലിയസ് ആകുമ്പോഴും നമ്മൾ നമ്മുടെ സ്വഭാവങ്ങളെ കാത്തു സൂക്ഷിച്ചുകൊണ്ട്
ദൈവഹിതത്തിനെതിരായിട്ട് നമ്മൾ നിൽക്കുമ്പോഴും ദൈവം നമ്മുടെ ജീവിതത്തിൽ യാതൊരുവിധമായ കാര്യങ്ങളും, അതായത് നമ്മളുടെ തെറ്റുകൾക്ക് പകരമായി ദൈവം പകരം ചെയ്യാത്തപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, ദൈവത്തിന് ചെയ്യുവാൻ കഴിവുള്ളവനാണ്. പക്ഷേ ദൈവത്തിന് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒരു വ്യക്തമായ ഉദ്ദേശമുണ്ട്. എന്നെ വിടുക എന്ന് ഈ ദൂതൻ പറയുന്നത് പോലെ തന്നെ ദൈവം പണ്ട് മോശയോട് ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്, എന്നെ വിടുക. ആ ഒരു വാക്യം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വായിപ്പാൻ ആഗ്രഹിക്കുന്നു. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 10-ാം വാക്യം. അതുകൊണ്ട് എൻ്റെ കോപം അവർക്ക് വിരോധമായി, ഇസ്രായേൽ ജനത്തിന് വിരോധമായി ജ്വലിച്ച് ഞാൻ അവരെ ദഹിപ്പിക്കേണ്ടതിന് എന്നെ വിടുക. അതായത് മോശ ദൈവത്തെ പിടിച്ചു വെച്ചിരിക്കുക എന്ന് പറയുന്ന പോലെ ദൂതനെയും ഇവിടെ യാക്കോബ് പിടിച്ചു വെച്ചിരിക്കുക. ദൂതന് വേണമെങ്കിൽ യാക്കോബിന്റെ പിടിയിൽ നിന്നും അയഞ്ഞ് മുന്നോട്ട് പോകാം. ഒരു ചെറിയ ഒരു തൊടൽ മതി ദൂതന് യാക്കോബിനെ ജയിക്കാൻ സാധിക്കും. പക്ഷേ ദൂതൻ അത് ചെയ്യുന്നില്ല. ഇതുപോലെയാണ് മോശ ദൈവത്തെ പിടിച്ചു വെച്ചിരിക്കുക. അതായത് മോശയുടെ പ്രാർത്ഥന, ഇസ്രായേൽ ജനത്തിന് വേണ്ടി മോശ ദൈവസനയിൽ കരയുന്നത് ദൈവത്തെ പല പ്രവൃത്തികളിൽ നിന്നും ദൈവത്തെ തടയുന്നുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി ഇതുപോലെയാണ്. നമ്മൾ ചില വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അവരുടെ മേൽ ദൈവത്തിൻ്റെ ന്യായവിധി വെളിപ്പെടാതെ അവരെ സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വാസ്തവത്തിൽ ദൈവത്തിൻ്റെ ആ ശിക്ഷ അവരുടെ മേൽ വരാത്തതിന് കാരണമായി തീരുക. പക്ഷെ ഇവിടെ ദൈവം മോശയോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, എന്നെ വിടുക എന്ന് പറയുന്ന പോലെ ഇവിടെയും ഈ ദൂതൻ പറയുന്നു, എന്നെ വിടുക, ഉഷസ് ഉദിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞതിന് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് അവൻ പറഞ്ഞു. നമ്മൾ അടുത്ത ദിവസം ഈ ഒരു ഭാഗം ചിന്തിക്കുന്നതാണ്. എന്നാൽ ഇന്ന് നമ്മൾ വായിച്ചതായ ആ ഭാഗത്തെക്കുറിച്ചുള്ള ചില സന്ദേശങ്ങൾ കൂടെ ഞാൻ നിങ്ങൾക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഉഷസ് ആകുവോളം മല്ല് പിടിച്ചു എന്ന് പറയുമ്പോൾ ഒരിക്കലും യാക്കോബ് തയ്യാറായില്ല തൻ്റെ സ്വയ ഇച്ഛയും തൻ്റെ സ്വയ ആശ്രിതത്വവും കൈവിടുവാൻ. ഏത് വിഷയത്തിലാണെങ്കിൽ പോലും യാക്കോബിന് ഈ സ്വയ ഇച്ഛകളും സ്വയ ആശ്രിതത്വമുണ്ട്. അത് ദൈവത്തിൻ്റെ നീതിയെ അവനിൽ പ്രവർത്തിക്കുവാൻ തടസ്സമായി നിൽക്കുക. നമ്മളിലും അതുപോലെയാണ്. നമ്മൾ പറയുന്നത്, ദൈവമേ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, നീ എന്താ ഉത്തരം തരാത്തത്? ഉത്തരം തരാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ജീവിതത്തിലുള്ള യാക്കോബിൻ്റെത് പോലുള്ള സ്വഭാവങ്ങളുണ്ട്, സ്വയ ആശ്രിതത്വവും സ്വയ ഇച്ഛകളും. അപ്പോൾ ഇതുള്ളിടത്തോളം കാലം ദൈവത്തിനൊന്നും പ്രവർത്തിക്കാൻ കഴിയത്തില്ല. ദൈവത്തിന് ധാരാളം വലിയ പ്രൊജക്റ്റുകൾ, പദ്ധതികൾ യാക്കോബിനെ കുറിച്ചുണ്ട്, നമ്മെക്കുറിച്ചും ദൈവത്തിനുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിലെ ചില സ്വഭാവങ്ങൾ പലപ്പോഴും ഇതിന് തടസ്സമായി മാറാറുണ്ട്. ലാസറിന്റെ കല്ലറയ്ക്കൽ ഉരുട്ടിവെച്ച കല്ല് പോലെ നമ്മുടെ ജീവിതത്തിലും ദൈവപ്രവൃത്തിക്ക് തടസ്സമായി നിൽക്കുന്ന കല്ലുകളുണ്ട്. പക്ഷേ അത് നമ്മൾ എപ്പോൾ മാറ്റുവാൻ തയ്യാറാകുന്നുവോ അപ്പോഴാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. ഇതുപോലെ തന്നെ യാക്കോബിന്റെ ജീവിതത്തിലും അപ്രകാരം ഒരു പ്രവൃത്തിക്ക് വേണ്ടി ദൂതൻ ആഗ്രഹിക്കുക. നോക്കിക്കേ, ഈ യാക്കോബ് അവനെ വിടുന്നില്ല. അവൻ ഉഷസാകുവോളം മല്ല് പിടിച്ചു. അവനെ ജയിക്കയില്ലെന്ന് കണ്ടപ്പോൾ അവൻ അവന്റെ തുടയുടെ തടം തൊട്ടു. ആകയാൽ അവനോട് മല്ല് പിടിക്കയിൽ യാക്കോബിന്റെ തുടയുടെ തടം ഉളുക്കിപ്പോയി. ഇപ്പോൾ യാക്കോബ് ഒരു കാര്യം മനസ്സിലാകുകയാണ്, എനിക്കൊരിക്കലും ഈ ദൂതനെ ജയിക്കാൻ കഴിയത്തില്ല. കാരണം ഒരു സ്പർശനം കൊണ്ട് തന്നെ അവനെ ശാരീരികമായി ഈ ദൂതനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ള ആ ചിന്തയിലേക്ക് യാക്കോബ് കടന്നു വരികയാണ്. ഒരിക്കലും നമുക്ക് ദൈവത്തെ തോൽപ്പിക്കാൻ സാധ്യമല്ല. നമ്മുടെ ബലം കൊണ്ട്, നമ്മുടെ ശരീരം കൊണ്ട്, നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്കൊരിക്കലും ദൈവത്തെ തോൽപ്പിക്കാൻ സാധ്യമല്ല എന്നുള്ള ആ റിയലൈസേഷനിലേക്ക് യാക്കോബ് കടന്നു വരിക. ദൈവസന്നിധിയിലും ഇതേപോലെ ചില യാഥാർത്ഥ്യങ്ങളെ നമ്മൾ മനസ്സിലാക്കുവാൻ ദൈവം നമ്മെ ചില ജീവിത അനുഭവങ്ങളിലൂടെ കൊണ്ടുവരും. അപ്പോഴും ദൈവസന്നിധിയിൽ നമ്മൾ ആയിരിക്കാൻ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ആ അനുഭവങ്ങളെല്ലാം തന്നെ ഒരു അനുഗ്രഹമായി മാറുവാൻ ഇടയായിത്തീരും. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസത്തെ പ്രഭാത ധ്യാനത്തെങ്കിൽ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കുന്നതാണ്. പക്ഷെ ഇന്ന് നമ്മൾ നമ്മെ തന്നെ ഒന്ന് പരിശോധിച്ചാട്ട് നമ്മളിലുള്ള സ്വയ ആശ്രിതത്വവും സ്വയ ഇച്ഛകളും നമ്മുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തിക്ക് തടസ്സമാകുമ്പോൾ അവയെല്ലാം ദൈവസ്ഥാനത്തിൽ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന ആ സ്വഭാവത്തിലേക്ക് കടന്നു വരുമെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ ഒരു അനുഗ്രഹമായി മാറ്റും. അതുകൊണ്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. ഞങ്ങളിലുള്ള സ്വയ ആശ്രിതത്വവും സ്വയ ഇച്ഛകളും ദൈവപ്രവൃത്തിക്ക് തടസ്സമാണെന്ന് കണ്ടുകൊണ്ട് അത് ദൈവസന്നിധിയിൽ ഉപേക്ഷിക്കുവാൻ തക്കതായ ഒരു ആത്മീക സ്ഥിതിയിലേക്ക് കടന്നു വരുവാൻ
ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകൾ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.